സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലപ്രഖ്യാപനം വന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിലെ നിയമസഭാ കക്ഷി യോഗം ചേരാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള തർക്കത്തെ തുടർന്ന് കേരളത്തിൽ ഒരു രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇതിനിടയിൽ നാടകീയമായ മറ്റു പല നീക്കങ്ങളും നടന്നിരിക്കുന്നു. മുഖ്യമന്ത്രി തർക്കത്തെ തുടർന്ന് കേരളത്തിലെ MLA-മാരിൽ നിന്ന് നേരിട്ട് അഭിപ്രായം സ്വീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനുമെല്ലാം എത്തുന്നു. ഇവർ MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുന്നു, പിന്നീട് കൂട്ടമായി കാണുന്നു, കൂടാതെ ഘടകകക്ഷികളുടെ അഭിപ്രായം തേടുന്നു. എന്നാൽ അതിനുശേഷം ഇന്നിപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിൽ മുകുൾ വാസ്നിക്ക് പുറത്തുവിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പട്ടികയുണ്ട്. അതായത് ഏതൊക്കെ MLA-മാർ ഏതൊക്കെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയാകണം എന്ന് അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും തയ്യാറാക്കിയ ഒരു പട്ടികയാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിൽ ഈ പട്ടിക പുറത്തു വരുമ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്ന ആ കോളത്തിന് നേരെ കാണുന്നു. ഓരോരുത്തരുടെ അഭിപ്രായം, ഓരോ MLA-മാരുടെ അഭിപ്രായത്തിന് നേരെയാണ് ഓരോ നേതാക്കന്മാരുടെ പേരെഴുതിയിരിക്കുക. അങ്ങനെ വരുമ്പോൾ സതീശൻ പക്ഷത്തിന് ഇത്ര വോട്ട്, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സണ്ണി ജോസഫിൻ്റെ വോട്ട് KC വേണുഗോപാലിന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ഇപ്പം ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. അതായത് ഉദുമ നിയുക്ത MLA ആയ നീലകണ്ഠൻ ഈ വോട്ടെടുപ്പിൽ, അതായത് കേന്ദ്ര നിരീക്ഷകരുടെ മുന്നിൽ ഹാജരായിട്ടുണ്ടായിരുന്നു. വോട്ടെടുപ്പിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹം കൃത്യമായി തന്നെ ഇന്നയാൾ മുഖ്യമന്ത്രി ആകണം എന്നാണ് തൻ്റെ അഭിപ്രായം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ അഭിപ്രായം പുറത്തുവിട്ട ലിസ്റ്റിൽ ഇല്ല. ഉദുമ MLA ആയ നിയുക്ത MLA ആയ നീലകണ്ഠൻ ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തിയിരുന്നത് എന്നുള്ളത് അപ്രസക്തമാണ്. അത് കോളത്തിലില്ല. അങ്ങനെയെങ്കിൽ എന്താണ് ഇതിൽ നിന്നും വിശ്വസിക്കേണ്ടത്? കേന്ദ്ര നിരീക്ഷകരായി എത്തിയ ആളുകൾ KC വേണുഗോപാലിൻ്റെ താല്പര്യപ്രകാരം കൂടുതൽ MLA-മാർ KC വേണുഗോപാലിന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു എന്ന ഒരു സാക്ഷ്യപത്രം ഉണ്ടാക്കാൻ വേണ്ടി KC വേണുഗോപാൽ ഇവരെ ഇങ്ങോട്ട് നിയോഗിച്ചതാണോ? ഇതൊക്കെയാണോ ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കളികൾ ഇതിനു വേണ്ടി നടന്നിട്ടുണ്ടോ എന്ന് ജനം ന്യായമായും സംശയിച്ചാൽ അവർ കുറ്റം പറയാൻ സാധിക്കും. അതായത് ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ വിശ്വാസ്യത തകർന്നു എന്നുള്ളതാണ് സത്യം. അതായത് തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി കോൺഗ്രസ് MLA-മാരുടെയും മറ്റു ഘടകകക്ഷികൾ നേതാക്കന്മാരുടെ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ ആ രേഖയെല്ലാം രഹസ്യമായി സൂക്ഷിക്കുകയും അത് കൃത്യമായി ഹൈക്കമാൻഡ് മാത്രം അറിയുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. വ്യക്തിപരമായി കാണുക എന്ന് പറയുമ്പോൾ ഓരോരുത്തരും വ്യക്തിപരമായ സ്വകാര്യതയോട് കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് മറ്റാരും അറിയരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ലിസ്റ്റ് ഇന്ത്യൻ എക്സ്പ്രസിൽ പുറത്തു വന്നതോടുകൂടി ഇതിൽ ഗൂഢാലോചനയുണ്ടെന്നും കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ നടത്തിയ അവരുടെ പദ്ധതിയെല്ലാം ഒരു തരത്തിലും വിശ്വാസയോഗ്യമല്ല, അത് തകർന്നു തരിപ്പണമായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്നലത്തെ പരിപാടി ഒരു കലാപരിപാടി പൊളിഞ്ഞിരിക്കുന്നു. അതായത് വിശ്വാസ വോട്ട് നേടുന്നതിൻ്റെ ഭാഗമായി കോൺഗ്രസ് MLA-മാർ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത്, ആരാണ് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ട് അത് ഓരോരുത്തരെയും സെപ്പറേറ്റ് കണ്ടിട്ടാണ് ഇത് രേഖപ്പെടുത്തിയത്. അതെന്തിനാണ്? അവരുടെ സ്വകാര്യത ആരും അറിയരുത് എന്നുള്ളതാണ്. ഒരാൾ പറയുന്നത് മറ്റൊരാൾ അറിയരുത്. എന്നാൽ ഇന്ന് വന്നത് എന്താണ്? സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC പ്രസിഡന്റ്, അതേപോലെ സന്ദീപ് വാര്യർ, അതേപോലെ സിദ്ദിഖ് തുടങ്ങിയ ആളുകളുടെ പേരുകളുടെ മുന്നിൽ KC എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയ രേഖ പുറത്തു വന്നെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത എന്താണ്? ഇന്നലെ നടത്തിയ ചടങ്ങ് എന്തിനാണ് നടത്തിയത്? അപ്പോൾ ഇത്രയും വിശ്വാസയോഗ്യമല്ലാത്ത ആളുകൾ നടത്തുന്ന, നേതൃത്വം കൊടുക്കുന്ന ഈ പരിപാടി, കലാപരിപാടി പൊട്ടിപ്പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം. സാർ, അതിൽ മറ്റൊരു ഗൂഢോദ്ദേശം കൂടി നമ്മൾ സംശയിക്കേണ്ടത്. കാരണം ഒരു രഹസ്യ ബാലറ്റ് സമ്പ്രദായമാണ്, അതിനു വേണ്ടിയിട്ടാണ് അതവർ അറേഞ്ച് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു രഹസ്യ ബാലറ്റിലൂടെ അഭിപ്രായം ചോദിക്കുമ്പോൾ ആ രഹസ്യമാക്കി വയ്ക്കേണ്ട കാര്യങ്ങൾ പരസ്യമാക്കുന്നതിലൂടെ കേരളത്തിൽ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നാലും ഈ MLA-മാർക്കിടയിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുക, കേരളത്തിൽ കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്തുക, ഒരു തമ്മിലടി, ഒരു കലഹം രൂപപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പുറകിലുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിൽ കോൺഗ്രസ് ശക്തമായി ഒറ്റക്കെട്ടായി വന്നത് തകർക്കണം, തമ്മിൽ തല്ലണം, അങ്ങനെ കലഹിച്ച് അടിച്ച് പിരിഞ്ഞ് ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം നശിക്കണം എന്നുള്ള കൃത്യമായ അജണ്ടയോടുകൂടി തന്നെയാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് പുറത്തു വന്നത്. അതിലപ്പുറത്തേക്ക് ഒരു കാര്യം വന്ന്
നീലകണ്ഠൻ എന്ന് പറയുന്ന ഉദുമയിൽ നിന്ന് കുഞ്ഞമ്പു എന്ന അവിടുത്തെ ഏറ്റവും സ്വാധീനമുള്ള CPM നേതാവിനെ തോൽപ്പിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ആളുടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അദ്ദേഹം, ഞാൻ സപ്പോർട്ട് ചെയ്തത് VD സതീശനെയാണ്, എന്നാൽ എൻ്റെ ഭാഗം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണം കൂടി പുറത്തു വന്നപ്പോൾ എന്റെ വോട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തു വന്നതോടുകൂടി ഇന്നലെ നടന്നത് പ്രഹസന നാടകമായി മാറിയിരിക്കുകയാണ്. അതായത് ഇന്നലെ നടത്തിയ പരിപാടി പൊളിഞ്ഞ് പാളിസായി തകർന്നിരിക്കുന്നത്. മൊത്തത്തില് ഹൈക്കമാൻഡിന്റെ ഈ നിരീക്ഷണം എല്ലാം തന്നെ KC വേണുഗോപാലിന്റെ ഒരു ഗൂഢപദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി വന്ന ഏജന്റ്മാരാണ്, ചാരന്മാരാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ ചാരപ്രവൃത്തി നടത്തിയതോടുകൂടി കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തെ പോരാട്ടം നടത്തി ജനങ്ങൾ വെറുപ്പോടുകൂടിയും അതേപോലെ അറപ്പോടുകൂടിയും പുറത്താക്കിയ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു മാൻഡേറ്റിനെ ഇത്രയും വിലയില്ലാതാക്കി എന്നുള്ള സത്യം. ഓരോ വോട്ടും വിലപ്പെട്ടതായിരിക്കെ അങ്ങനെ ജനങ്ങൾ ഒറ്റക്കെട്ടായി UDFനോടൊപ്പം നിന്നതിനുള്ള വിശ്വാസ്യത തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ കലാപരിപാടിയിൽ കൂടെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഇത് തീർച്ചയായും കോൺഗ്രസ് പ്രസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താനും കേരളത്തിൽ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന വിശ്വാസ്യത ഇല്ലാതാക്കാനും സഹായിച്ചിരിക്കുന്നു. യഥാർത്ഥ വിജയി ആണ്ട ആളെ അട്ടിമറിക്കാനും തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കാനുമുള്ള ഗൂഢപദ്ധതിയാണ് ഇതെന്ന് നിസ്സംശയം പറയാം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായി ജനം സംശയിച്ചാൽ അവർ തെറ്റു പറയാൻ സാധിക്കില്ല. ഒന്ന്, ഹൈക്കമാൻഡ് ഏത് സംസ്ഥാനത്തായാലും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് നിയമസഭാ കക്ഷികൾക്കിടയിൽ ഇങ്ങനെയൊരു മത്സരം വരികയാണെങ്കിൽ നമ്മൾ കർണാടകയിലേക്ക് ഇത് കണ്ടു, സിദ്ധരാമയ്യയുടെ കാര്യത്തിലും DK ശിവകുമാറിൻ്റെ കാര്യത്തിലൊക്കെ ഇത് കണ്ടത് തന്നെയാണ്. അങ്ങനെ MLA-മാരുടെ ബലാബലം നോക്കി തലയെണ്ണം നോക്കിയൊക്കെ നിശ്ചയിക്കപ്പെടുമ്പോൾ ഇതൊരു സ്വാഭാവികമായ നടപടിക്രമമാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളത് മറ്റാരേക്കാൾ നന്നായിട്ട് KC വേണുഗോപാലിനറിയാം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ മുകുൾ വാസനിക്കും ഈ അജയ് മാക്കാനുമെല്ലാം ഇവിടെ വന്ന് ഇത്തരത്തിൽ ഒരു ലിസ്റ്റ് തയ്യാറെടുക്കുമ്പോൾ, ഒരു വോട്ടെടുപ്പ് തയ്യാറാക്കുമ്പോൾ അവർ ഹൈക്കമാൻഡിൻ്റെ വക്താക്കളായിട്ടാണ് എത്തിയത്, അതോ KC വേണുഗോപാലിൻ്റെ വക്താക്കളാണോ എന്നുള്ളതാണ് ഇപ്പോൾ ജനം സംശയം പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഉള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായ ഒരു തിരക്കഥ തയ്യാറാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ ഇത്തരം ഒരു അംഗത്തിന് പുറപ്പെട്ടിരിക്കുന്നത് എന്ന് സംശയിക്കത്തക്കത് തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ് നമ്മൾ സംശയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ KC മാക്കനും അതേപോലെ അജയ് മാക്കനും അതേപോലെ മുകുൾ വാസനിക്ക് ആരാണ്? മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് തകർന്നു തരിപ്പണമായി അവിടുന്ന് വന്ന ഒരു നേതാവാണ്. അതേപോലെ ഡൽഹിയിൽ തകർന്നു തരിപ്പണമാക്കുന്നതിന് മുൻകൈ എടുത്ത ഒരു നേതാവാണ് അജയ് മാക്കൻ. ഇവരെ ഇത്രയും കഴിവില്ലാത്ത കോൺഗ്രസ് പ്രസ്ഥാനം നശിപ്പിച്ച പ്രദേശത്തു നിന്നുള്ള ആളുകളെ മാത്രമേ എവിടേക്ക് പറഞ്ഞേക്കാനുള്ളൂ. ഇവിടെ AK ആന്റണി ഉണ്ടായിരുന്നില്ലേ, VM സുധീരൻ ഉണ്ടായിരുന്നില്ലേ? ഇവരെപ്പോലുള്ള സമുന്നതായ നേതാക്കന്മാരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവർ കൃത്യമായി നടത്തുമായിരുന്നല്ലോ. അവരാരുടെയും പക്ഷത്ത് നിൽക്കലുമായില്ലായിരുന്നല്ലോ. അപ്പൊ അത്തരം ആളുകൾ നിയമിക്കാതെ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാക്കിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ഇനി കോൺഗ്രസേ ഇല്ല എന്ന് പറയുന്ന സ്ഥലത്തുള്ള നേതാക്കന്മാരെ ഇവിടേക്ക് പറഞ്ഞതിന്റെ ഗൂഢോദ്ദേശം എന്താണ്? അവസാനം അവർ ചെയ്ത പ്രവർത്തികളല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസിന് കിട്ടി? ഇവർ കൊടുക്കാതെ ഇന്ത്യൻ എക്സ്പ്രസ് കിട്ടുമോ? അത്രയും രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യം ഇത്രയും പരസ്യമാക്കിയതിലൂടെ അതിൻ്റെ വിശ്വാസ്യത 100% അല്ല 200% തകർന്നിരിക്കുന്നു. കേരളത്തിൽ VD സതീശനെ തകർക്കാൻ വേണ്ടി VD സതീശൻ ഇവിടെ കേരളത്തിൽ ഭരണം കൊണ്ടുവരും. ആ ഭരണം കൊണ്ടുവന്നാൽ BJPക്ക് പിന്നെ അധികാരത്തിലെത്താൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ BJPയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏത് വിധേനയും ശ്രമിക്കുക എന്നുള്ള ഗൂഢോദ്ദേശം ആണ് ഇതിന് പിന്നിൽ നിന്ന് ആരെങ്കിലും സംശയിച്ചാൽ, ആരെങ്കിലും പറഞ്ഞാൽ അവരെക്കെതിരെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് അത് സത്യസന്ധമാണെന്നല്ലേ പറയേണ്ടി വരിക. അപ്പം ഇവരെല്ലാം തന്നെ ഈ ഏജന്റുമാരെ, BJPയുടെ ഏജന്റുമാരുമായി കോൺഗ്രസിൽ നുഴഞ്ഞു കയറി കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നു. ആകപ്പാടെയുള്ള ഒരു തുരുത്ത് എന്ന് പറയുന്നത് കേരളമാണ്. ആ കേരളത്തിലെയും കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് വിജയിച്ചെടുത്ത ആ പ്രസ്ഥാനത്തെ പോലും, ആ ജനങ്ങളെ പോലും പരിഹസിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. സാർ, ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഇവർക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഇവർ ചുറ്റിപ്പറ്റി ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ഉപജാപക വൃന്ദങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് മാത്രം കോൺഗ്രസിനെ ഇങ്ങനെ കമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഈ ഭാരതത്തിൽ മറ്റേത് സംസ്ഥാനത്തിലും കോൺഗ്രസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറും, കേരളവും കോൺഗ്രസ് വിമുക്തമാകും എന്നുള്ളത് ഇവരെ ആര് മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളത് വലിയ ചോദ്യം തന്നെയല്ലേ?
അത് നിർബന്ധമായിട്ടുള്ളൊരു ചോദ്യം. ആരാണ് ഇവരെ നയിക്കാനുള്ളത്? നയിക്കേണ്ട ആളുകൾ തന്നെ വേലി തന്നെ വിളവ് തിന്നാൽ ആര് കോൺഗ്രസിനെ രക്ഷപ്പെടുത്തും? കോൺഗ്രസിന് ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലുള്ള പടുകുഴിയിലേക്കാണ് ഇവർ തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഒരു സത്യസന്ധമായ ഒരു പോരാട്ടം നടന്ന, ജനങ്ങൾ കൃത്യമായി വോട്ട് ചെയ്ത് ജയിപ്പിച്ച കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവാണ് കണ്ടത്. കാരണം ഈ കേരളത്തെ പോലെയുള്ള കൊച്ചു സംസ്ഥാനത്ത് 63 സീറ്റോട് കൂടിയിട്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത്. കൂടാതെ കോൺഗ്രസിന്റെ കൂടെയുള്ള ഏകദേശം 10ഓളം പേരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിൽ നിന്നൊക്കെ വന്ന ആളുകളെ എല്ലാവരും കൂടെ കൂട്ടുമ്പോൾ ഇവർക്ക് ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഇതാണ് കാണുന്നത്. മാത്രമല്ല ഇനി അടുത്ത ഇലക്ഷനിലൊക്കെ തന്നെ ഒറ്റയ്ക്ക് തന്നെ കോൺഗ്രസിനെ ഡെവലപ്പ് ചെയ്യാനും കേരളത്തിൽ കഴിയാവുന്ന സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആളുകളെ നിയമിച്ചത് വഴി കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റിയിലടക്കം BJPയുടെ ചാരന്മാർ കയറിക്കൂടിയിരിക്കുന്നു. അവരിവിടെ വന്ന് ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഒരു കുട്ടിയും അറിയാതെ എത്തിക്കാനുള്ള കഴിവ് പോലും ഇല്ലെങ്കിൽ ഇവരെപ്പോലുള്ള ആളുകൾ എന്തിനാണ് പറഞ്ഞേക്കുന്നത്? ഈ സ്ഥാനത്ത് നിൽക്കാനുള്ള യോഗ്യത എന്താ? അവർ രാജിവെച്ച് ഒഴിവാവണ്ടേ? അവർ പറയണ്ടേ ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങളുടെ അടുത്ത് നിന്ന് ലീക്കായിരിക്കുന്നു. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ലിസ്റ്റല്ല പുറത്തു പോയിരിക്കുന്നത് എന്നാണ്. എന്നാൽ ഇന്ത്യൻ എക്സ്പ്രസ് എന്തിനെ കേസ് കൊടുക്കാൻ അവർ തൻ്റെ ഇടമുണ്ടോ? ഒരു കള്ള ലിസ്റ്റാണ് ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചതെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കാൻ മുഗൾ വാസനിക്ക് തയ്യാറാകുമോ? അജയ് മാക്കൻ തയ്യാറാകുമോ? അല്ല, ഇന്ത്യൻ എക്സ്പ്രസിന്റെ വക്താക്കൾക്ക് കേരളത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടാവും എന്ന് ഒരിക്കലും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പുറകിൽ കൃത്യമായൊരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അതിൽ ആർക്കാണോ അനുകൂലമായി കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത് ആ ആളറിയാതെ ഇത്തരം ഒരു പ്രവർത്തനം നടക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും എല്ലാം കുറെ കൂടി ഉണർന്ന് പ്രവർത്തിച്ചാലേ ഇനി കോൺഗ്രസിനൊരു ശാപമോക്ഷം ഉണ്ടാവുകയുള്ളൂ. VD സതീശൻ എന്ന UDFനെ നയിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ ഒറ്റ പ്രഹരം കൊണ്ട് തന്നെയാണ് CPMന് ഇത്രത്തോളം വലിയ സീറ്റ് നഷ്ടമുണ്ടാക്കിയിരിക്കുന്നതെന്ന് ഇടതുപക്ഷ നേതാക്കന്മാർ വരെ സമ്മതിക്കുമ്പോൾ അതല്ല UDF ജയിച്ചത് പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധത കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് തടി തപ്പുന്ന ഈ മുതിർന്ന നേതാക്കൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ ശാപം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് മനസ്സിലാക്കി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കേരളത്തിൻ്റെ പൾസ് അറിയാൻ സാധിക്കുന്ന ഇതുപോലുള്ള നിരീക്ഷകരെ വയ്ക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യും. കോൺഗ്രസ് കൂടുതൽ പടുകുഴിയിലേക്ക് നീങ്ങും. അതാണ് അവസാനം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാനേ സാധിക്കൂ.